ഈ കാപ്പയെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ രീതി റിപ്പോർട്ട് ചെയ്യുന്നത്. ശരൺ ചന്ദ്രൻ യുവജന മോർച്ചയുടെ മലയാലപ്പുഴ, തണ്ണിത്തോട്, ചിറ്റാർ, സേതോട് അടന്ന ചിറ്റാർ മേഖലയുടെ മേഖലാ പ്രസിഡൻ്റായിരുന്നു 4 മാസം വരെ. RSSൻ്റെയും സജീവ പ്രവർത്തകനായിരുന്നു. ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അവിടെ കൂടുതലും സംഘടനകൾ ഉണ്ടായിട്ടുള്ളത് CPM-ഉം DYF ആയിട്ടാണ്. അയാൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി അയാൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അതിൻ്റെ പേരിൽ അയാളുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കാപ്പ സ്വാഭാവികമായി എടുക്കുന്നത് സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരായിട്ടാണ്. പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല കാപ്പ. ശരൺചന്ദ്രനെ പോലീസ് കാപ്പയിൽ തന്നെ 2 ഉണ്ട്. ഒന്ന് കാപ്പ 3-ഉം കാപ്പ 15-ഉം. കാപ്പ 15 എന്ന് പറഞ്ഞാൽ IG ആണ് തീരുമാനിക്കുന്നത്, DIG ആണ് തീരുമാനിക്കുന്നത്. അതിന് ചുമത്തിക്കഴിഞ്ഞാൽ തന്നെ റിവ്യൂ കമ്മിറ്റി ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായും പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കേസ് വന്നതുകൊണ്ട് പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ താക്കീത് ചെയ്തു. സ്വാഭാവികമായി കാപ്പയിൽ പെടുന്ന ആളുകളെ 15-ലാണെങ്കിൽ പോലീസ് അവരെ ഒന്നിൽ ജില്ലയിൽ നിന്ന് 6 മാസത്തേക്ക് ജില്ലയിൽ നിന്ന് മാറിയെടുക്കാൻ പറയും. വീണ്ടും കേസിൽ പ്രതിയായാൽ കാപ്പ 3 എടുത്തിട്ട് കളക്ടറാണ് ജയിലിലടയ്ക്കോ അല്ലെങ്കിൽ വീണ്ടും 1 വർഷത്തേക്ക് അല്ലെങ്കിൽ നാട് കടത്തുകയോ ചെയ്യും. അത്ര ഇത്തരം ഒരു കേസിലൊന്നും അദ്ദേഹം പ്രതിയായിട്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, പോലീസ് പറഞ്ഞതെന്താണ്, നിങ്ങൾ ഇനിയും കേസിൽ പ്രതിയാവരുത്, അതാണ് കേസിൽ പ്രതിയായിരിക്കണേ. അതുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കോടതിയുടെ ജാമ്യത്തിൻ്റെ കണ്ടീഷനാണ് നിങ്ങൾ മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കണം. അത് DIയുടെ പ്രവർത്തകർക്കുണ്ട്. കാരണം സ്വാഭാവികമായി അദ്ദേഹം RSSലും യുവമോർച്ചയിലും നിന്നപ്പോൾ അദ്ദേഹം പരിശുദ്ധനായിരുന്നു. കാരണം RSSൽ നിന്നപ്പോഴാണ് RSSന് വേണ്ടിയാണ് അയാൾ ഈ കേസിലെല്ലാം പ്രതിയായത്. ശബരിമല കേസിൽ അദ്ദേഹം പ്രതിയാണ്. ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായപ്പോഴാണ്, ശരത് മാത്രമല്ലല്ലോ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 63ഓളം വരെ ചെറുപ്പക്കാർ, അവർക്ക് മനസ്സിലായി അവർ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായപ്പോഴാണ് അവരത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം കാപ്പ കേസിൽ പ്രതിയല്ല. കാപ്പയെന്ന് പറഞ്ഞാൽ ഒരു പീരീഡിൽ മാത്രം ഉള്ളതാണ്. 6 മാസമാകുമ്പോൾ ആ കേസ് തീർന്നു കഴിഞ്ഞു. അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയിൽ പ്രതിയായിട്ടല്ല. അതിൽ 6 മാസത്തേക്ക് പിന്നെ പോലീസ് തീരുമാനിക്കും, അതല്ലെങ്കിൽ കളക്ടർ തീരുമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. അത് കഴിയുമ്പോൾ ആ കേസില്ല. ഒരു നനനടപ്പെന്ന് പറയും. എന്നുവെച്ചാൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പോലീസാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ ശരത് ചന്ദ്രനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ യുവജന മോർച്ചയുടെ ഒരു ഏരിയയിൽ 4 പഞ്ചായത്തിലെ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കേസിൽ പ്രതിയായിട്ടുണ്ട്. അതൊന്നും ആ പ്രസ്ഥാനത്തിന് വേണ്ടി, ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായി. അല്ലെങ്കിൽ ഇത്രയാളെ ശരത് മാറുമ്പം വേറെ ബാക്കിയുള്ളൊരു വരത്തില്ലല്ലോ. അന്നേരം അവരെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായതിൽ നിന്ന് അതിൽ നിന്ന് മോചനമായി കഴിഞ്ഞാലും മാധ്യമങ്ങൾ അവരെ വിടില്ല എന്നുള്ളതാണ് പ്രശ്നം. ശരൺചന്ദ്രൻ RSSലും അതുപോലെ തന്നെ യുവമോർച്ചയിലും നിന്നപ്പോൾ നിങ്ങളെ
ഇത്തരം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ശരിയായ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോഴാണ് ഇപ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായിട്ട് കാണുന്നത്. അത് സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു.